അപ്പോൾ ക്രിഷ്, അതെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ്? എഡിറ്റിംഗ്. വീഡിയോ എഡിറ്റിംഗ്. അതെ, വീഡിയോ എഡിറ്റിംഗ്. ഒരു സിനിമ ഉണ്ടാവുന്നത് മെയിൻ പോർഷൻ വീഡിയോ എഡിറ്റിങ്ങിലായിരിക്കും. അതെ, കാരണം ഒരു സാധനം തീരുമാനിക്കണം, ഒരു പടം എങ്ങനെ ഇറക്കണമെന്ന് അതിന് മൊത്തം വരുന്നത് എഡിറ്റിംഗ് ടേബിളിലായിരിക്കും. കാരണം അത് ഏത് ഫ്ലോയിൽ പോകണം, എങ്ങനെ പോകണം, എവിടെ കട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് എഡിറ്റേഴ്സ് ആയിരിക്കും. അതിനനുസരിച്ചാണ് സ്ക്രീനിൽ വന്നിട്ട് ആൾക്കാർ കാണുന്നത്. അതെ, സാധാരണ സിനിമ വരുന്നത് 2 മണിക്കൂർ 59 മിനിറ്റ് ഒക്കെ സമയത്തൊക്കെ. പക്ഷെ ചില സിനിമകളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ പുറത്ത് തമിഴ് പടങ്ങളാണെങ്കിലും ചില മലയാളം പടങ്ങളാണെങ്കിലും ഇപ്പോൾ വരാൻ എമ്പുരാൻ അത് തന്നെ വരുന്ന 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡ് എന്നാണ്. അതിൽ 10 സെക്കൻഡ് മാത്രമേ ട്രിം ചെയ്തിട്ടുള്ളതാണ് അവർ പറയുന്നത്. 10 സെക്കൻഡ് എന്തോന്ന് പോലും അറിയത്തില്ല, അത് പറയാൻ പറ്റില്ല. അതുപോലെ നീ നോക്കി കഴിഞ്ഞാൽ പണ്ട് മറ്റേ CID മൂസ 3.5 മണിക്കൂറായിരുന്നു ആ പടം. വെട്ടിയെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതൊക്കെ 2.25 മണിക്കൂർ ആക്കിയിട്ടും നമുക്ക് ആ ഒരു ഫ്ലോ ഇപ്പോഴും കിട്ടുന്നുള്ളതാണ്. കാരണം അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്നൊരു ഭാഗം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ആ പടം നമ്മൾ കാണുമ്പോൾ ആ കോമഡി ജോണറായിട്ട് നമ്മൾ പക്ഷെ അത് ദിലീപേട്ടൻ അഭിനയിച്ച ഇതിലെ ഒരു പടമാണ്. അതാണ് അത് രഞ്ജന അബ്രഹാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ മറ്റേ 3.5 മണിക്കൂറിന്റെ പടമാണ്, തപ്പി പിടിച്ച് കട്ട് ചെയ്ത് 2.25 മണിക്കൂർ കണ്ടാന്ന് തോന്നുന്നു ആ പടം ഇറക്കി കഴിഞ്ഞപ്പോ. ഓക്കെ, അതെ, നമ്മൾ ഇപ്പോ എഡിറ്റിംഗ് ടേബിളിൽ വരുന്ന പടങ്ങൾ എല്ലാം ഒന്നും, അതായത് റോ ഫൂട്ടേജസ് നമ്മൾ കൊണ്ട് തരുമ്പോൾ കുറെ കാണുമായിരിക്കും. എവിടെ കട്ട് ചെയ്യണം, എവിടെ അത് ട്രിം ചെയ്യണം എല്ലാം തീരുമാനിക്കുന്നത് എഡിറ്റേഴ്സ് തന്നെ ആയിരിക്കും. പിന്നെ ഡയറക്ടേഴ്സിന് ഒരു കട്ട് കാണുമായിരിക്കും. അതാണ് എഡിറ്റേഴ്സിന് വരുന്ന ഏറ്റവും വലിയ പണിയെന്ന് പറയുന്നത്. പിന്നെ ഒരു എഡിറ്ററിന് മെയിനായിട്ട് വേണ്ടത് ഫോക്കസ് മാത്രമല്ല, ക്ഷമ വേണം. ക്ഷമയില്ലാതെ ഈ ഫീൽഡിൽ ക്ഷമയില്ലാതെ ഒരു പലയിടത്തുനിന്നും വരും പല അഭിപ്രായങ്ങളും കാര്യങ്ങളും. ക്ഷമയാണ് നമുക്ക് ഏറ്റവും വലിയ. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ടാവും, നമുക്കത് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല. ക്ഷമയാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് വേണ്ടത്, ഒരു എഡിറ്ററിന് വേണ്ട സാധനം. പലയിടത്തുനിന്നും പല അഭിപ്രായങ്ങൾ വരും, അത് മാറ്റി ഇത് മാറ്റി മറ്റേത് ചെയ്യണം അത് ചെയ്യണം. പക്ഷെ നമുക്കൊരു ഇതുണ്ടാവും, കാരണം നമുക്കത് നമ്മുടെ നല്ല രീതിയിൽ കൊടുക്കണം. എങ്ങനെ ചെയ്താൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു മ്യൂസിക് കണ്ടുപിടിച്ച്. കാരണം ഈ മ്യൂസിക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇൻസ്റ്റയിൽ ഒരു റീൽ അല്ല ഒരു സാധനം പോസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കുഴപ്പമില്ല, എടുത്താൽ കിട്ടാൽ മതി. അതിന് മ്യൂസിക് കാണണം, ഇങ്ങനെ ഒരു ദിവസം അതിന് വേണ്ടി എടുക്കും. അതിനുള്ള ക്ഷമമാണ്. ഇപ്പൊ കൃഷി പറഞ്ഞില്ലേ മ്യൂസിക്കിന്റെ കാര്യം, അതുപോലെ വേറെ സംഭവം ഉണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്ന ചില ക്ലയൻസ് പറയും ഒന്ന് സൂം ചെയ്യണം, അത് ചെയ്യണം, പറയും. അപ്പൊ ഈ ക്യാമറ പറയും അത് കുഴപ്പമില്ല, അത് നമുക്ക് എഡിറ്റിംഗ് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുതരും. അപ്പം അവര് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കും അറിയില്ല, നമ്മൾ ഉദ്ദേശിച്ച ഒരു ഔട്ട് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല. അപ്പൊ ക്ലയൻസ് പറയും ഞാൻ ക്യാമറമാനോട് പറഞ്ഞല്ലോ, അന്നേരം അവർ പറഞ്ഞല്ലോ എഡിറ്റിംഗ് പിടിക്കാം. പക്ഷെ നമുക്ക് ഒരു പരിധിയുണ്ട്, എഡിറ്റിംഗിൽ പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പരിധിയുണ്ട്. എവിടെ കൊണ്ടിട്ടാലും നമുക്ക് എല്ലാം എഡിറ്റിംഗിൽ അങ്ങ് തീർക്കും, അതിനൊരിതുണ്ട്. പിന്നെ അത് തന്നെയല്ല, നമുക്ക് ഒന്നും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്യൂർ മാജിക് ആണ്. നമ്മളാണ് അതിന്റെ കലാകാരൻ. അത് എവിടെ നിന്ന് നോക്കിയാലും എഡിറ്റിംഗ് ഇസ് ദ ബെസ്റ്റ്. നമ്മളില്ലാതെ സോഷ്യൽ നടക്കത്തില്ല. ന്യൂസ് അതുപോലെ സീരിയല്, TV, സിനിമ എല്ലാം കാണണമെങ്കിലും ഇപ്പോഴത്തെ ജനറേഷൻ ഇൻസ്റ്റാഗ്രാം റീൽസ്, യൂട്യൂബ് അങ്ങനെയുള്ള മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇതിനെല്ലാം പോണെങ്കിൽ എഡിറ്റേഴ്സ് വിചാരിക്കണം. അതാണ് മെയിൻ. കാരണം ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടന്നാലും ഇപ്പൊ റീലിൽ നമുക്ക് നോക്കിയാണ് ഈ ഇൻസ്റ്റയിൽ കാണുന്ന നമുക്ക് വീഡിയോ, അപ്പം ഓരോ ദിവസം കഴിയുമ്പോഴും ഈ എഡിറ്റിങ്ങിന് അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ചിലപ്പം ഫോണിൽ കിട്ടുന്ന എഫക്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ഇത് കിട്ടില്ലായിരിക്കും. അപ്പം നമ്മൾ ഈ കാണുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫ്ലോയിൽ തന്നെ കാണുകയാണെങ്കിൽ ഈ എഡിറ്റർ അപ്പുറത്തിന് ചെയ്തവന്റെ ഒരു വികാരം നമുക്ക് മനസ്സിലാവും. എഡിറ്ററിനെ മനസ്സിലാവത്തുള്ളൂ, അത് മെയിനായിട്ട് മനസ്സിലാവും. സാധാരണ കാണുന്നത് കഴിയും, ഇത് എളുപ്പമാണല്ലോ. പിന്നെ പറയുന്ന കുറെ ഇതുണ്ട്, കൂട്ടുകാരാണെങ്കിലും വീട്ടുകാരാ അല്ലെ ആരായാലും നിനക്ക് വലിയ പണി എന്തോ പണിയും ചോദിക്കും വീഡിയോ എഡിറ്റിംഗ്. എളുപ്പമാണല്ലോ, ഒരു വിഷ്വൽ എടുത്തിട്ട് സ്ലോ മോഷൻ ഇട്ട് ഒരു മ്യൂസിക് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണല്ലോ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവരവിടെ ചിന്തിക്കുന്നില്ല നമ്മൾ എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം അല്ലാതെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എഡിറ്റിങ്ങിന്റെ കാര്യം അല്ലാതെ നമ്മളെ ഇൻസ്പയർ ചെയ്ത കുറെ എഡിറ്റേഴ്സ് ഉണ്ടാവും. അത് ഏത് ലാംഗ്വേജ് ഒന്നുമല്ല, മലയാളം ഉണ്ടാവും, ലാംഗ്വേജ് ഇല്ല. അതാ കറക്റ്റ്, അതാണ് മെയിൻ പോയിന്റ്. അപ്പം ഇപ്പം നമുക്ക് ഈ അടുത്ത് മരിച്ചുപോയ മറ്റേ നിഷാദ് യൂസഫ് പുള്ളി ഇതുപോലെ കുറെ ചെയ്ത് വെച്ച പടങ്ങളില് ബെസ്റ്റ് എന്ന് പറഞ്ഞ ബെസ്റ്റ് അവാർഡ് കിട്ടിയ പടം ഇപ്പം മനസ്സിലായി കാണും, എന്നാലും പറയാം. തല്ലുമാല. അതിൽ ചെയ്തേക്കുന്ന ഓരോ കട്ടും, തല്ലുമാല സംഭവം എന്ന് വെച്ചേക്കുന്ന വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാ കട്ട് എന്ന് പറഞ്ഞ രീതിയിലാണ് തല്ലുമാല വന്നേക്കുന്നത്. ഇപ്പൊ അറിയാം, നമുക്ക് എല്ലാവരും നമ്മൾ ഇൻസ്റ്റാ യൂസ് ചെയ്യുന്ന
ആൾക്കാരാണ്. അതിൽ വരുന്ന വീഡിയോസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും എല്ലാം അതിന്റെ കട്ട് ഇപ്പൊ അഡ്വാൻസ്ഡ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എഡിറ്റിംഗ് മേഖല. അപ്പൊ അതിൽ വരുന്ന കട്ട് അതുപോലത്തെ ഒരു സെറ്റപ്പാണ് നമ്മുടെ തല്ലുമാല സിനിമയിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ ഓരോ ഷോട്ടുകളും ഓരോ എഡിറ്റിംഗ് സ്കിൽസുകൾ കണ്ടാലും SFX കണ്ടാലും വരെ നമുക്കത് കിട്ടും. കാരണം നമ്മളിപ്പോ ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ നമുക്കത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഈ രോമാഞ്ചം കയറും. കാരണം നമ്മുടെ എന്ത് സാധനം ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നമ്മൾ തമ്മിൽ പറയും. ഞാനിപ്പോ ആ പടം കണ്ടിറങ്ങിയ സമയത്ത് ഞാൻ ആ പടത്തിലെ ബാക്കിയെല്ലാം വിട്ടിട്ട് ഞാൻ ആൾക്കാരോട് പറയുന്നത് എഡിറ്റിംഗ് സ്റ്റൈൽ വെറൈറ്റി സാധനമാണ് പറയുന്നത്. കാരണം പുള്ളി അതിന്റെ അനുസരിച്ച് ആ പടത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പടത്തിന്റെ മൂഡിനനുസരിച്ച് ചെയ്യുന്നതാണ്. ആ ഒരു ഫസ്റ്റ് 5 സീൻ ഒക്കെ ഉള്ളപ്പം പോകുന്ന സാധനങ്ങളുടെ ആ ഒരു ഇത് കഴിഞ്ഞാലും നമുക്ക് തന്നെ ഒരു വാവ് ഫാക്ടർ ആയിട്ട് തോന്നും. ഇന്നതെന്നില്ല, തുടക്കം മുതൽ അവസാനം വരെ എടുത്തു പറയാം. ഏത് വഴി കൂടെ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല, എല്ലാം കട്ടാണ്. ഡയറക്ടേഴ്സ് ചെയ്യുന്ന പടങ്ങളാണെങ്കിലും ആക്ടേഴ്സ് ചെയ്യുന്ന പടങ്ങളാണെങ്കിലും എത്രാമത്തെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയപ്പെടും. ഇപ്പൊ ടോവിനോ ചെയ്യാൻ പോകുന്ന 50ാമത്തെ പടമാണെങ്കിൽ 50ാമത്തെ പടം, ഒരു ഡയറക്ടർ ചെയ്യുവാണെങ്കിൽ അതിന്റെ 50ാമത്തെ അറിയാൻ പറ്റും. പക്ഷെ ഒരു എഡിറ്റർ ചെയ്യുന്ന 50ാമത്തെ പടം അങ്ങനെ അറിയപ്പെടില്ല. പക്ഷെ അങ്ങനെ അറിയപ്പെട്ട ഒരു നല്ല സിനിമയാണ് ARM ചെയ്തു വെച്ചിരിക്കുന്ന ഷമീർ മുഹമ്മദ്. ഈ പടം ഇറങ്ങി 50 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ റീസെന്റ് ആയിട്ട് കണ്ടായിരുന്നു. ആരും അങ്ങനെ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മുടെ ഷമീർ മുഹമ്മദിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ARMന്റെ എഡിറ്റിംഗ് സ്റ്റൈൽസ് സ്കിൽസ്, പിന്നെ പുള്ളി അതിനൊരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് വെക്കുന്ന പോലെ എഡിറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു വർക്ക്ഷോപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ റീസെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ ശ്രദ്ധിച്ചു. പുള്ളിക്ക് ഇതുപോലെ മറ്റേ പാലാരോട്ടത്ത് അവിടെ എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ഉണ്ടായിരുന്നു അറിയുന്നത്. പുള്ളി അവിടെ ഇതുപോലെ കിട്ടുന്ന സാധനങ്ങൾ അവിടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത്, കാരണം അവർക്കും ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അവരുടെ അതിൽ കൂടെ വളർന്നു വരട്ടെ എന്നുള്ളൊരു ഇതിലുള്ള. കാരണം ഇത്ര ഇതുണ്ടെങ്കിലും പുള്ളിക്ക് തന്നെ ചെയ്യാണ്ടാകുന്ന അത് അവരും ഉണ്ടെങ്കിൽ അവർക്കും ഞാൻ ARMന്റെ അകത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ARMന്റെ ഒരു പടം എഡിറ്റ് ചെയ്തു. അപ്പൊ അവർക്കൊരു ഇതല്ലേ. കാരണം സിനിമ എന്ന് പറയുമ്പം കൃഷ്ണനാണേലും എനിക്കാണേലും ഒരു സിനിമയിൽ എഡിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഫീൽഡിലോട്ട് കയറിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഓരോ എഡിറ്റേഴ്സിനും ഉണ്ട്. പക്ഷെ ഈ പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട്. അത് കാണുമായിരിക്കുമല്ലോ. ഉണ്ടല്ലോ, കാണും. അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുണ്ടാവും. കാരണം ഈ എഡിറ്റേഴ്സ് എഡിറ്ററും അപ്പൊ ഈ ഇതിന്റെ അകത്ത് ഈ എഡിറ്റേഴ്സിന്റെ ഒരു എഫേർട്ട് ഉണ്ട്. ഈ കാരണം ഒരു സിനിമയ്ക്ക് ആണേലും എന്തിനാണ് ഇപ്പം നീ നോർത്ത സിനിമ വിട്, ഇപ്പൊ വെഡിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവര് ഷൂട്ട് ചെയ്യും, കൊണ്ടുതരും. ഇപ്പം പണ്ടത്തെ ഒരു വെഡിങ് അല്ല, ഇപ്പൊ വെഡിങ് സ്റ്റൈലേ മാറി. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ട് ചെയ്യുന്നു, കുറച്ച് പടക്കം പൊട്ടിക്കുന്ന എഫക്റ്റുകള്, സാധനങ്ങളൊക്കെ അവരൊക്കെ അതൊക്കെയാണ് ഇപ്പൊ വരുന്നത്. പക്ഷെ ഇപ്പൊ മാറി. ഇപ്പൊ സിനിമ പോലെ തന്നെയാണ്, സിനിമയെ വെല്ലുന്നവരാണ് ഇപ്പൊ ഓരോ. നമ്മളിപ്പോ നോക്കിയാൽ മതി, ഈ സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യുമ്പോ ഇത് സിനിമയ്ക്ക് വേണ്ടി ചെയ്താണോ എന്നുള്ള സാധനങ്ങളാണ് നമ്മൾ ഫീൽ വരും. പക്ഷെ അപ്പൊ ഈ വെഡിങ് പഴയ അപ്പാപ്പന്മാര് ചെയ്യുന്ന സ്റ്റൈൽ, അവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ഈ മറ്റേ കൊറോണ കഴിഞ്ഞിട്ട് ആൾക്കാർ മാറിയിട്ടില്ല എന്ന് പറയുന്ന പോലെ അവരവിടെ നിൽക്കുന്നേ ഉള്ളൂ. കാരണം അവർക്കൊരിതുണ്ട്, അവരുടെ സമയത്തുണ്ടായിരുന്ന ഒരു എഡ്യൂക്കേഷന്റെ സംഭവം ഉണ്ടാവും, അതൊക്കെയാണ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അതുപോലെ കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്നിട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് ആ ഒരു എഡിറ്റിംഗിന്റെ ജോലി മാത്രം കാണാതെ പാഷനായിട്ട് നമ്മൾ, കാരണം നമുക്ക് ഈ എഡിറ്റിംഗ് വെച്ചിട്ട് ചുമ്മാ എഡിറ്റ് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ഐഡിയാസ് കിട്ടും. ഇപ്പം കൃഷ്ണനുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടാവുന്നത് ഞാൻ കട്ട് ചെയ്യുന്ന പോലെ അല്ലായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് ചിലപ്പോ നമുക്ക് അങ്ങോട്ട് പഠിക്കാൻ പറ്റും, വ്യത്യാസം കാണും. അപ്പം ഇതൊന്നും ആൾക്കാർ അറിയില്ല. ആൾക്കാർ ആളുടെ സ്ക്രീനിൽ പോയിരുന്ന് കാണുന്നു, ഇറങ്ങുന്നു. ഇതിനകത്ത് 2 മണിക്കൂർ പടം ഇറങ്ങുന്നതിലും സ്ക്രീനിൽ പോയിരുന്ന് 2 മണിക്കൂർ കാണുന്നു, ഇറങ്ങുന്നു. ആ പടം കൊള്ളാം, അത്ര മാത്രമേ ഇടൂ. നമ്മളിപ്പോ ഒരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് അതിന്റെ എൻഡ് കാർഡ് ആണേലും എന്തിനാണ് നമുക്ക് വരുന്ന എന്തുവാ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, അതായിരിക്കും ആൾക്കാർ സ്റ്റാറ്റസ്. അപ്പൊ ഈ സിനിമ വരുന്ന അതിന്റെ ടൈറ്റില് ഡയറക്ടറുടെ പേര് ടൈറ്റിലായിരിക്കും മെയിൻ. പിന്നെ മറ്റേ ഇപ്പം ആരാണ് മെയിൻ നടൻ, അപ്പൊ അവർക്ക് ഇതുണ്ടാവും. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് മോഹൻലാല് അല്ലെ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് വരുന്ന പോലെ അതൊക്കെ എടുത്തിടും. പക്ഷെ ഒരിക്കലും ഒരു എഡിറ്റഡ് ബൈ ഇന്ന ആളുടെ പേരെന്ന് പറഞ്ഞാൽ ഇടത്തില്ല. ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അത് എഡിറ്റ് പോയി ഇത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു. ഈ എഡിറ്റർ എന്ന് പറഞ്ഞ ഈ ആൾക്കാരുടെ കൂടെ ഒരു ക്രാഫ്റ്റ് ആണ് ഈ പടം.
അതെ, അവരിലൂടെയാണ് ഈ പടം മൊത്തം പോകുന്നത്. പക്ഷെ ആൾക്കാർ വിചാരിക്കുമ്പോൾ ഇത് തന്നെ കഴിഞ്ഞു പോയി അല്ല എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ അകത്തുണ്ടായിരിക്കുന്ന ആ ഒരു ഇപ്പം ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ക്യാമറയ്ക്ക് അത് ഷൂട്ട് ചെയ്ത് വരുന്ന റഷായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അതെല്ലാം ഒന്നേന്ന് പറഞ്ഞിരുന്ന് കണ്ട് അതിനകത്ത് ഏത് വേണം വേണ്ട പറഞ്ഞ് റെഡിയാക്കി വെക്കുന്ന സമയത്ത് എന്തായാലും ഒരു ഡയറക്ടറിന് ഒരു സിനിമ ഇങ്ങനെ കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഡയറക്ടറിന് ഒരു കട്ട് കാണുമായിരിക്കും, എഡിറ്ററിന് ഒരു ഫസ്റ്റ് കട്ട് ഉണ്ടാവും, അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കട്ട് കാണുമായിരിക്കും. ഇതിന് ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡയറക്ടറിനും വീണ്ടും ഒരു അടുത്ത കട്ട് കാണുമായിരിക്കും. ഫൈനലിലോട്ട് വരണമെങ്കിൽ ഇതൊരു സമയം എടുക്കുന്ന പ്രോസസ് ആയിരിക്കും. ഒരു സിനിമ അതിൻ്റെ അകത്ത് ഡയറക്ടർ സ്ക്രിപ്റ്റ് എഴുതുന്നവര് അവർക്കൊരു സംഭവം ഉണ്ടാവും, ഈ പടം ഇങ്ങനെ പോണം എന്നുള്ള രീതിയിൽ അവരത് വന്നിട്ട് എഡിറ്റർ കൊടുക്കും. അപ്പൊ ഈ എഡിറ്റർ അറിഞ്ഞിരിക്കും ആ സിനിമ ഒരു ഹൊറർ മൂഡാക്കാം, കോമഡി ആക്കാം, ത്രില്ലർ ആക്കാം, മറ്റേ സെന്റി ആവാം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ മറ്റേ ബിഗ് ബി ഒക്കെ ആ സമയത്ത് ഇറങ്ങിയപ്പം ക്ലിക്കായില്ല. പക്ഷെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന കുറച്ച് സ്ലോമോ സാധനങ്ങളുണ്ട്. ഇപ്പൊ ആ സിനിമ ചുമ്മാ വന്നിട്ട് മമ്മൂട്ടി ഇറങ്ങിപ്പോയി സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല. അതിന് ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ആ ഒരു BGM അതിന്റെ അനുസരിച്ച് സ്ലോ മോഷൻ, ആ സ്വാഗ്, എങ്കിലും അതെല്ലാം തിയേറ്ററിൽ നമുക്ക് അതൊക്കെ കാണുമ്പോ അടിപൊളി സൂപ്പർ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന ഒരു എഡിറ്റർ ആണ്, അല്ലെങ്കിൽ ആ ചെയ്യുന്ന എഡിറ്ററിന്റെ പിന്നിൽ അതൊക്കെയാണ് നമ്മളുടെ ഒരു മെയിൻ സങ്കടം. നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് മാറ്റി കഴിഞ്ഞ് പണ്ടത്തെ അവസ്ഥ നിന്ന് ഓർത്ത് നോക്കി, ഒരു ഫിലിം നമ്മൾ കണ്ട് അതിൽ നിന്ന് ഓരോ ഫ്രെയിം എടുത്ത് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അത് ഒരു സിനിമ ആയിട്ട് തുടങ്ങി. ചിലപ്പോൾ അതിൽ നിന്ന് എന്തൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീണ്ടും കട്ട് ചെയ്യണം. അവിടുന്ന് നമുക്കിപ്പോ കുറെ മാറ്റങ്ങൾ വന്നു. പക്ഷെ എഡിറ്റേഴ്സിനുള്ള ടെൻഷൻ അത് ചിലപ്പോൾ പണ്ടത്തിനേക്കാളും കൂടിയിട്ടുണ്ടാവും ഇപ്പൊ. അതെ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ല. എഡിറ്റ് അല്ല ഈസിയായി. അപ്പൊ പണ്ടത്തെ ഒന്നും മാറ്റമില്ല, കുഴപ്പമില്ല എന്നൊരു ഇതില്ല. ടെൻഷൻ കൂടുന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ മാറ്റങ്ങൾ വന്നു, ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ മലയാള സിനിമകളുടെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ തമിഴ് സിനിമകളിലോട്ട് വരുവാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമുണ്ട്. ആ പടത്തിന്റെ എഡിറ്ററിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എല്ലാവർക്കും മനസ്സിലാക്കണം, നമ്മുടെ ലോകേഷ് കനകരാജിന് ഒരു പേഴ്സണൽ എഡിറ്റർ ഉണ്ട്. മനസ്സിലാക്കണം നിനക്ക് ആരാണ്? ഫിലോമിൻ രാജ് ചെയ്തു വെച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ലിയോയുടെ ടൈറ്റിൽ കാർഡ്. ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രെൻഡായ ഒരു സാധനമാണ് ഈ ലിയോയുടെ ടൈറ്റിൽ കാർഡ് എന്നുള്ളത്. പുള്ളി പിടിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് ഫീൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവഞ്ചേഴ്സ് ആ ഒരു മൂഡ് പിടിച്ച പോലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പുള്ളിയുടെ എഡിറ്റിംഗ് സ്റ്റൈല്, കട്ടിങ്, ട്രാൻസിഷൻസ്, ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യാന്നേലും അതിൽ മാച്ച് കട്ട് ചെയ്തേക്കുന്നത് ഭയങ്കര സംഭവം തന്നെയാണ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകേഷ് വേറെ ആരെയും എഡിറ്റിംഗ്, പുള്ളിയുടെ സിനിമയ്ക്ക് എഡിറ്റിംഗിന് വേറെ ലോകേഷ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അവരുടെ ഒരു ടീമുണ്ട്. അതുപോലെ ഒരാളാണ് മറ്റേ അറ്റ്ലിക്കുള്ള ഒരാളാണ് റൂബൻ. അപ്പം അത് ഇപ്പം രണ്ടുപേർക്ക് രണ്ട് ഐഡിയാസ് ആയിരിക്കും, പക്ഷെ രണ്ടുപേരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇപ്പൊ അത് കറക്റ്റ് ടൈമിൽ ആ എഡിറ്റിംഗ് കൊണ്ട് വെച്ചു. അതെ, ചിലപ്പോ അത് ലോകേഷ് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ വ്യത്യാസം വേണം എന്ന് പറഞ്ഞു കാണുമായിരിക്കും. പക്ഷെ ആ ഒരു ചെയ്ത്തും ഇത് എനിക്ക് തോന്നുന്നു ഇറങ്ങിയതിൽ വെച്ച് ബെസ്റ്റ് ടൈറ്റിൽ കാർഡാണ് കൊടുത്തത്. തമിഴെന്നല്ല, മലയാളം എന്നല്ല, ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നിനക്കും ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും, ഉറപ്പല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പടം തിയേറ്ററിൽ പോയി കണ്ടിറങ്ങിയപ്പോഴും വാട്സപ്പ് സ്റ്റാറ്റസുകളിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇട്ടേക്കുന്നത് ഈ ഒരു ടൈറ്റിൽ കാർഡ് മാത്രമാണ്. ആ ഒരു ടൈറ്റിൽ കാർഡിലൂടെയാണ് ആ പടം മൊത്തം ഓടിയേക്കുന്നത്. കുറെ ഫേസുകൾ ഇങ്ങനെ അല്ലെങ്കിൽ കണ്ണുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, അതെല്ലാം ആ പടത്തിൽ നിന്ന് റെഡിയാക്കി ചെയ്ത ഓരോ ഷോട്ടുകളുടെ വരുന്ന സംഭവമാണ്. അതൊക്കെ വെറുതെ ഇരുന്ന് കട്ട് ചെയ്തെടുത്ത അതിനകത്ത് ഇപ്പൊ കാണുമ്പം കുറെ കണ്ണുകൾ ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ കുറെ ട്രാൻസിഷൻ സൗണ്ട്. പക്ഷെ അതിന്റെ അകത്ത് എന്തൊക്കെ സാധനം ഉണ്ടോ, കുറെ ഡീറ്റെയിൽ ചെയ്യുമ്പോ അതിനകത്ത് കുറെ കാര്യങ്ങളാണ് നടക്കുന്നത്. കണ്ണുകൾ മാത്രമല്ല, അല്ലെ ഒരു ഇമേജ് മാത്രമല്ല. അത് ആ ഒരു സംഭവത്തിനെ കുറിച്ച് ഭയങ്കര ചർച്ചയായിരുന്നു. ആ കണ്ണിന്റെ കുറെ ഷോട്ടുകൾ, ആ സിനിമയിലെ എല്ലാ കണ്ണിന്റെ ക്ലോസ്അപ്പ് ഷോട്ടുകൾ കാണിക്കുന്നുണ്ട്. പടം നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കാണുവാണെങ്കിൽ ആ പടത്തില് വിജയെ കാണിക്കുന്ന ഓരോ ക്ലോസ്അപ്പ് ഷോട്ടുകളും കാണിക്കുന്നുണ്ട് ആ പടത്തില്. പക്ഷെ ആദ്യമേ അത് റിവീൽ ചെയ്ത ആ ടൈറ്റിലൂടെ, അതെ, പിന്നീടാണ് അത് ആൾക്കാർക്ക് മനസ്സിലായത്. അത് ഭയങ്കര ചർച്ച ചെയ്തിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പൊ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നമുക്കിപ്പോ ഏജ് ഒന്നുമില്ല. ഇപ്പം ശ്രീകർ പ്രസാദ് എന്ന് പറഞ്ഞ സാധനം പുള്ളി പണ്ട് മുതലേ ഉള്ള ഭീകര എഡിറ്ററാ. കാരണം പുള്ളിക്ക് ഓരോ ഇത് വരുന്നതിനനുസരിച്ച് പുള്ളി മാറ്റിയിട്ടാണ് അപ്ഡേറ്റ് ആവുന്നുണ്ട് പുള്ളി. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഗോട്ട് ലൈഫ് ഉണ്ട്, പിന്നെ അതിന് മുമ്പ് ചെയ്ത കുറെ പടങ്ങളുണ്ട്. അതെല്ലാം പുള്ളി ഒരു ഇപ്പം വയസ്സ് കുറെ ആയ ഒരാളാണെങ്കിൽ പോലും ആ സമയത്തുള്ളതല്ല ഇപ്പൊ ചെയ്യുന്നത്. കാരണം നമ്മൾ വിചാരിക്കേ ഇത് ചെയ്ത് ഒരുപാട് മാറ്റം ഉണ്ടല്ലോ. പുള്ളിയുടെ പ്രായം വെച്ച് നോക്കുന്നതിലും എഡിറ്റിംഗ് സ്റ്റൈൽ നോക്കുന്നതിലും ഒരു ബന്ധവുമില്ല. അതാണ് എഡിറ്റിങ്ങിന് പ്രായമില്ല, അതാണ് മെയിൻ. അതുപോലെ തന്നെ ഇപ്പൊ KGF 2, അതെ,
അതിന്റെ എഡിറ്റർ ഉണ്ട്. മാരകം തന്നെ. എനിക്ക് തോന്നുന്നു 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സുള്ള ഉജ്വൽ കുൽക്കർണി. അതെ, 18 വയസ്സുള്ള. ഏകദേശം ഒരു 2.25 മണിക്കൂർ ഉണ്ടാവില്ല പടം. അത്ര ആ 2.25 മണിക്കൂറിൽ നിന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒറ്റ സാധനം മാത്രം. അപ്പം എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് കാണിക്കണമെങ്കിൽ ഞാൻ ചെയ്തൊരു പടമാണ് KGF 2. ഒറ്റ പേര് മതി. അതെ, കാരണം ആ പടത്തിനൊരു ബ്രാൻഡ് ഉണ്ട്, ആ പേരിനൊരു ബ്രാൻഡ്. ഇപ്പോഴും ആ പടം റിപ്പീറ്റ് വാല്യൂ ഉണ്ട് നല്ലപോലെ. അതിൽ ആ ഒരു സീനുണ്ട്, അതിപ്പം മനസ്സിലായിട്ടുണ്ടാവും. ആ ചേസിങ്ങിന് സമയത്ത് ഉള്ളൊരു സംഭവം ഉണ്ട്. ട്രാൻസിഷൻസും കട്ടിങ് ആണെങ്കിലും പെട്ടാന്ന് അത് ചെയ്തു. കാരണം ആരും കാണുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. തിയേറ്ററിൽ കാണുമ്പോൾ ഒരു രോമാഞ്ചം കിട്ടും നമുക്ക് ആ പടം. നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ പടം ഇപ്പൊ ഫസ്റ്റ് അടിപൊളിയാണ്, സെക്കൻഡ് അതിനേക്കാൾ അടിപൊളിയാണ്. പക്ഷെ ഫസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സീന് ഈ കൊടുത്തേക്കുന്ന ഒരു വേറെ ലെവലാണ് ആ പയ്യൻ ചെയ്തത്. KGF 1 ചെയ്ത് വെച്ചേക്കുന്നത് വേറെ പുള്ളിയാണ്. അതിൽ നിന്ന് ഉള്ള കട്ടിങ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഉജ്വൽ കുൽക്കർണി ഒരു സാധനം ചെയ്തു. അത് പുള്ളി സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് നമ്മുടെ പ്രശാന്ത് നീൽ കണ്ടു. അങ്ങനെ കണ്ട സ്ഥിതിക്ക് പുള്ളിക്ക് എന്തോ മെസ്സേജ് അങ്ങനെ എന്തോ ആണ് സംഭവം. അങ്ങനെ കണ്ടപ്പോഴതിന് ശേഷമാണ് സെക്കൻഡ് ഇവൻ ചെയ്തു വെച്ചത്. അപ്പൊ ഒന്ന് ഓർത്തു നോക്കിയേ ആ ഒരു. അപ്പൊ പ്രശാന്ത് നീൽ ആ പടത്തിന്റെ ഡയറക്ടറാണ്. അതെ, അപ്പൊ അത്രയും വലിയൊരു പടത്തില് അത്രയും വലിയൊരു ഡയറക്ടർ 18 വയസ്സുകാരനെ ഈ ഒരു സാധനം കണ്ടു എന്നുള്ളപ്പോ അവൻ ആ ചെയ്ത സാധനം എന്തായിരിക്കും? അവൻ അതിന് നല്ലൊരു ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ ആ പടത്തിന്റെ പുതിയതായിട്ട് ചെയ്ത ട്രെയിലർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് കണ്ടില്ല, ഇതുപോലെ സംഭവം അറിഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആ ചെയ്ത സാധനം പ്രശാന്ത് നീലിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്തെന്ന് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഉജ്വൽ കുൽക്കർണി ചെയ്യുന്ന സ്റ്റൈല് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും അതിന്റെ കളർ. പടത്തിന്റെ ആ ഒരു കളർ പോയിരിക്കുന്ന ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും. സ്റ്റോറി അതുപോലെ ആയിരിക്കും, ആ ഒരു ടോണിലായിരിക്കും. KGF 2 പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്ത് വേറൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റില്. അതെ, അല്ല ടൈറ്റിൽ മാത്രമല്ല, പുള്ളിയുടെ ഇൻട്രോ ഇപ്പൊ കാണിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഓരോ സീനും ചെയ്തു വെച്ചേക്കുന്നത്. കാരണം ഇറങ്ങുന്നു, നടക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഷോട്ട് കാണിക്കുന്നില്ല, അപ്പോഴും കാണിക്കും എന്നിട്ടാണ്. പക്ഷെ ഡോറ് തുറന്നു വരുന്നു, അവിടെ സ്ലോമോ, ഒരു ടൈറ്റില്, അതൊക്കെയാണ്. പക്ഷെ ആ ഇപ്പം പറഞ്ഞില്ല മറ്റേ ബ്ലാക്ക് ഒരു ഷെയ്ഡാണ് പിടിച്ചിരിക്കുന്നത്. അതിന്റെ ഷെയ്ഡ് ഇപ്പം നമ്മുടെ DC യൂണിവേഴ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. അപ്പം അതിന്റെ ഷെയ്ഡ് ഇപ്പൊ അത് തന്നെയാണെന്നല്ല പറഞ്ഞത്, ആ ഒരു തീം പിടിച്ചിട്ടാണ് പോയത്. പക്ഷെ അത് ചിലപ്പോ അവന്റെ ഒരു സ്റ്റൈലായിരിക്കാം. അതുപോലെ ഇപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പടത്തിന്റെ തന്നെ സെയിം ചിലപ്പോ കാര്യം അത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് തോന്നി അത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമുക്ക് പറയാനാണെങ്കിലും പ്രീമിയർ, ഡാവിഞ്ചി, ആഫ്റ്റർ എഫക്ട്സ്, ഫിൽമോര, അങ്ങനെ കുറെ സോഫ്റ്റ്വെയറുകൾ, FCP എല്ലാ സോഫ്റ്റ്വെയറും കാണുമായിരിക്കും. പക്ഷെ നമ്മൾ വളർന്നു വന്നൊരു സോഫ്റ്റ്വെയർ കാണും, അല്ലെങ്കിൽ ഒരു ആപ്പ് കാണും. മൊബൈലിലായിരിക്കും നമ്മൾ ആദ്യമേ എഡിറ്റ് ചെയ്ത്. മൊബൈലിലെ എഡിറ്റിങ്ങിന്റെ ആദ്യത്തെ രാജാവാണ് ഇൻഷോട്ട്. ആരും അത് തൊടാതെ വന്നിട്ടുള്ളവരല്ലായിരിക്കും. അതിപ്പോഴും ഉണ്ടാവും, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതും അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. എഡിറ്റിംഗ് എനിക്ക് തോന്നുന്നു നമുക്കുള്ളതിനേക്കാളും കൂടുതൽ അപ്ഡേഷൻ വരുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പൊ മുമ്പേ പറഞ്ഞില്ലേ, റീൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. നമുക്കും പഠിക്കാനുണ്ടോ കുറെ. അത് ഫോണിലാണേലും നമ്മളെ ഇതിലാണേലും ഉണ്ട്. പറയാനാണെങ്കിൽ നമ്മള് മൊബൈലിലെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഏകദേശം ഒരു 2018, 19 ആ ഒരു ടൈമിലാണ് എൻ്റെ എനിക്ക് നല്ലൊരു ഫോണുള്ളത്. നല്ലതെന്ന് പറയാൻ പറ്റില്ല, ഒരു ഫോണുള്ളത്. ആ ഫോണിൽ എഡിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇൻഷോട്ടിൽ തുടങ്ങി വന്ന് പിന്നെ ഓരോരോ ആപ്പുകളായി അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് പഠിച്ച് എത്തിയതാണ് ഇവിടെ വരെ ഇപ്പൊ എത്തി. പ്രീമിയർ പ്രോ വരെ എത്തി നിൽക്കുന്നത്. അത്ര വലിയ ഇതൊന്നും അല്ല നമ്മൾ എഡിറ്റ്, അങ്ങനെ എത്തിയതായിരുന്നു. ഞാനിപ്പോ വന്നത് നമുക്ക് നമ്മൾ പറയാത്തൊരു എഡിറ്റ് ഉണ്ട്, ഡോൺ മാക്സ്. അപ്പം ആ പടമൊക്കെ അറിയായിരിക്കും, ടൈഗർ, ഡോണ്. പുള്ളി ഇപ്പോഴും മറ്റേ എമ്പുരാൻ ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയില്ലേ, അതെനിക്ക് തോന്നുന്നു പുള്ളിയാന്ന് തോന്നുന്നു അതിന്റെ ട്രെയിലർ കട്ട് ചെയ്തതാണ് തോന്നുന്നു. അപ്പം എനിക്ക് ഈ പണ്ട് പറഞ്ഞ എഡിറ്റിങ്ങിനോട് ഭയങ്കര പൈസ. അപ്പം പുള്ളിയുടെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ കൊള്ളാലോ. അപ്പൊ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പുറത്ത് വേറെ കട്ടായിരിക്കും, അപ്പൊ അങ്ങനെയൊക്കെ കണ്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അപ്പൊ ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ അന്ന് എവിടെ നിന്നും തുടങ്ങി ഇപ്പൊ ഇവിടെ. പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വലിയ ആളായെന്നൊന്നല്ല, നമുക്ക് ഇനിയോണ്ട് പഠിക്കാൻ അവരുടെ നിൽക്കുന്ന ഒരു പരിപാടി അല്ലല്ലോ, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്നിപ്പോ രാത്രിയിൽ നമ്മൾ ഔട്ട് ഇറക്കി കൊടുത്തു, നാളെ ചിലപ്പോ വന്ന് നോക്കുമ്പോ ഇത് പുതിയ ട്രാൻസാക്ഷൻ ആണ്, ഇത് ആഡ് ചെയ്യായിരുന്നു എന്നൊരിത് വരുമായിരിക്കും നമുക്ക്. കാരണം ഇതിങ്ങനെ ഇപ്പം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് പ്രീമിയർ പ്രോ. നമ്മളിപ്പോ ഓരോ വർഷത്തിന്റെ വെർഷൻസ് ആയിട്ടാണ് ഇറക്കുന്നത്. പ്രീമിയർ പ്രോ 2019, 2020, 2021, ഇപ്പൊ റീസെന്റ് 2025, അങ്ങനെ കുറെ ഇറക്കുന്നുണ്ട്. അവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ AI വന്നിട്ടുണ്ട്, മെയിൻ ഫാക്ടറാണ്. പ്രീമിയറിൽ AI വന്നിട്ടുണ്ട്, ആഫ്റ്റർ എഫക്ട്സിനും AI വന്നിട്ടുണ്ട്, ഫോട്ടോഷോപ്പിൽ മെയിൻ ആയിട്ട് AI വന്നിട്ടുണ്ട്. അത് ഉണ്ട്. ഫോട്ടോഷോപ്പ് ഡിസൈൻ യൂസേഴ്സിനാണ്
ഫോട്ടോഷോപ്പ് മെയിൻ ആയിട്ട് എ ഫോക്കസ് ചെയ്ത് അതുകൊണ്ട് അവർക്ക് സുഖമാണ്. ഇപ്പോൾ പ്രീമിയറിൽ എ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫൂട്ടേജ് എടുത്തു, ആ ഫൂട്ടേജ് ഇപ്പോൾ ഇത്രേ ഉള്ളൂ, എനിക്ക് ബാക്കിങ് കൂടെ വേണമായിരുന്നു. അപ്പൊ അതിലൊരു മാജിക് പോലത്തെ എന്തൊരു കട്ട് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് ആ വീഡിയോ വരും. അപ്പൊ അത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളതാണ്. എത്രത്തോളം എയും കാര്യങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞാലും എഡിറ്റേഴ്സിന്റെ ആ ഒരു വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ ഇപ്പൊ എ വന്നിട്ട് ജനറേറ്റ് ചെയ്തു അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ആ പെർഫെക്ഷൻ കിട്ടത്തില്ല. ഇല്ല, അതിപ്പോ ഇപ്പൊ പറയാ ഇത് എളുപ്പമില്ലടാ, ഇപ്പൊ എയ്ക്ക് കൊടുത്താൽ മതിയല്ലോ, ഇട്ട് തരുമല്ലോ, അതാണ് എല്ലാരും കൊണ്ടിട്ട് എയ് പെട്ടെന്ന് ചെയ്ത് തരും എന്നാണ് അവരുടെ വിചാരം. പക്ഷെ മാനുവലി ചെയ്യുമ്പോഴും എ ചെയ്യുമ്പോഴും അതിനുള്ള വ്യത്യാസം നല്ലപോലെ. അതിപ്പോ മറ്റേ കാറിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. സിമ്പിൾ ആയിട്ട് ഓട്ടോമാറ്റിക്കലി എടുക്കുന്നതല്ല എല്ലാവർക്കും ഇപ്പൊ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ ആണ് എല്ലാവർക്കും ഇഷ്ടം. അതെ, അതില് പഠിച്ചു വന്നതുകൊണ്ടും അതിനകത്ത് മറ്റേ സ്റ്റിയറിംഗ് പിടിക്കുന്നു എ വന്നു എന്ന് പറയും. ഇപ്പൊ ഫോട്ടോഷോപ്പിലാണെങ്കിലും ആഫ്റ്ററിലാണെങ്കിലും പ്രീമിയറിലാണെങ്കിലും എല്ലാം എ വന്നു. ഇതൊക്കെ ഒരു മനുഷ്യൻ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതായിരിക്കും. അതെ, ആയിരിക്കും ആണ്. അപ്പൊ അത് നമ്മളിപ്പോ ചെയ്ത് കൊടുക്കുമ്പോ അത് അതുപോലെ തന്നെ തിരിച്ചു വരുന്നു എന്നത് കാര്യമില്ല. ഇപ്പം കൃഷി ഇപ്പൊ ഒരു ക്ലൈന്റ് ആണെന്ന് വെക്കുക, എന്റെ അടുത്ത് വന്നു, അപ്പൊ കൃഷിന്റെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് കണ്ടുപിടിച്ച് അതുപോലെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ എഡിറ്റർ പെർഫെക്റ്റ് ആവുന്നത്. ഇപ്പൊ കൃഷിനും അത് ഇഷ്ടപ്പെടത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഔട്ടല്ലായിരിക്കും ജിന് തരുന്നത്. ചിലപ്പോ നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന ഒരു സാധനം ആയിരിക്കത്തില്ല ഞാൻ ചിലപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ വിചാരിക്കും. ചിലപ്പോ അത് നല്ലതായിരിക്കാം, അഴുക്കായിരിക്കാം. അതെ, അതൊക്കെ ഈ ഒരു എഡിറ്റിംഗ് ഇപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു മാജിക്കാണ് എഡിറ്റിംഗ്. മറ്റൊരു സിസ്റ്റം വെച്ചിട്ട് മൗസായിട്ട് കുലുക്കുന്ന പോലെ സംഭവം അല്ല. നമ്മൾ ഇതിങ്ങനെ എഡിറ്റിങ്ങിനെ പറ്റിയിട്ടും പുതിയ അപ്ഡേഷനെ പറ്റിയിട്ടും ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് കുഴപ്പമില്ലായിരിക്കില്ല, ക്യാമറ അവിടെ ഓൺ ആയിട്ടിരിക്കും. പക്ഷെ ഇത് കാണുന്നവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുന്നല്ലേ നല്ലത്. അപ്പൊ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ചങ്ങ് അതെ കട്ട് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് മീ ക്രിഷ് ജിനു signing off.